ഇന്നേ ഞാൻ ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ഞാൻ ഫിഷ് ബിരിയാണി കഴിക്കുന്നത് കാണിച്ചായിരുന്നു. അപ്പൊ എന്നോട് ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു അതിന്റെ റെസിപ്പി ഒന്ന് ഇട്ട് തരാൻ. അപ്പൊ ഞാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 3 കഷ്ണം മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫിഷ് ബിരിയാണിക്ക് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ദശയുള്ള മീൻ യൂസ് ചെയ്യണം. ഞാൻ എടുത്തിരിക്കുന്ന ആവോലിയാണേ. അതിനൊരു 3 കഷ്ണം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനകത്ത് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് നാരങ്ങാ നീര്, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി അതെല്ലാം ഇട്ട് നല്ലതായിട്ട് നമുക്ക് പുരട്ടി വെക്കാം. അപ്പം നമുക്ക് 1 മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. നിങ്ങൾക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാലും മതി കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ പാൻ വെച്ച് ഇനി അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്കകത്ത് വറക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. നമുക്ക് 2 കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ടിടാം. നമുക്കിനി നമ്മുടെ എണ്ണ ഓൾറെഡി ചൂടായത് കേട്ടോ. നമുക്ക് മീൻ അങ്ങോട്ട് പറക്കി വെക്കാം. ഒത്തിരി എണ്ണയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് എണ്ണ മതി. ഇത് ഒത്തിരി വറക്കണ്ട, നമുക്കൊരു 70% ഒക്കെ വറുത്തെടുക്കാൻ മതിയേ. ഇനിയേ മീൻ അവിടെ ആകുന്ന സമയത്ത് നമുക്കിതിൻ്റെ മിക്സ് ഒന്ന് ആക്കാമേ. അതിൻ്റെ ഞാൻ സവോള, ഒരു 2 സവോളയുണ്ട്. സവോള ആയിരിക്കും നമുക്ക് ഈ പാത്രത്തിലിടാം. സവോളയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ തക്കാളി. ഇതെല്ലാം കൂടെ നമുക്ക് ഈ പാത്രത്തിനകത്ത് ഇട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി കൂടി പോകല്ലേ, അത് വേണം. പിന്നെ മുളക് പൊടി, ഗരം മസാല, പിന്നെ 2 ടേബിൾ സ്പൂണ് തൈര്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പൊക്കെ ഓരോരോ ആവശ്യത്തിന്. ഇത്രയും ഇട്ടിട്ട് നമുക്കിത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഈ ഫിഷ് ബിരിയാണിയുടെ ടേസ്റ്റ് വരുന്നതേ നമ്മൾ ഈ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ്. മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഇറങ്ങി നല്ലതായിട്ട് മിക്സ് ചെയ്യണം. നല്ലതായിട്ട് സൂപ്പറായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് ബിരിയാണിക്കകത്ത് വരുന്നത് കേട്ടോ. അപ്പം ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്തേക്കണേ. മിക്സ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫിഷ് ബിരിയാണിക്കകത്തോട്ട് വരുന്നത്. ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. അപ്പം ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്യുവാണേ. അതിൻ്റെ കൂടെ നമുക്ക് 2 പട്ട, ഗ്രാമ്പു ഇതുകൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ടോ. നമ്മുടെ കൈ വേദന എടുക്കുന്നതിനും വരെ മിക്സ് ചെയ്യണം. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ കേട്ടോ. ഇത് മതി. അപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കിനി നമ്മുടെ മീനൊന്ന് നോക്കാമേ. ഞാൻ തിരിച്ചിട്ടിട്ടുണ്ടേ. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് കൂടെ മതി. അതുകൂടെ കഴിഞ്ഞ് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഇനി എടുക്കാം. ഒത്തിരി ഇട്ട് വറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ ഫിഷ് ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ആ ഫിഷ് വറുത്തതിനകത്തുനിന്ന് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. ആ വറുത്ത എണ്ണ അതിൽ നിന്ന് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാമേ. അപ്പോൾ നമുക്ക് ഇനി ഇത് അടുപ്പേ വെക്കാമേ. ഇത് അടുപ്പേ വെച്ച് നമ്മൾ അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കുകയാണേ. ചെറിയ തീയിൽ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അല്ല നമ്മൾ വഴറ്റിയെടുക്കുക അല്ല കേട്ടോ ചെയ്യുന്നത്. നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് എങ്കിലും നമുക്ക് ചെറിയ തീയിൽ ഇതിനെ വേവിച്ചെടുക്കാം. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണേ. തുറന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അടുക്കി പിടിക്കത്തൊന്നുമില്ല കേട്ടോ. കാരണം ഇതിനകത്തൊന്നും ഈ സവോളയെന്നും തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് അടുക്കി പിടിക്കത്തില്ല. ഇൻ കേസ് നിങ്ങൾക്ക് അടുക്കി പിടിക്കും തോന്നുവാണെങ്കിൽ 2 ചെറിയ 1 ടേബിൾ സ്പൂൺ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, കാരണം ഇതിനകത്തൊന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ. നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഞാൻ ഇളക്കി അത് കഴിഞ്ഞ് നമുക്കിനി കുറച്ച് പുതിനയില, മല്ലിയില അതും കൂടെ അതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാമേ. കുറച്ചു നേരം കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. നമ്മളതിനകത്ത് 2 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഒഴിക്കുകയാണെ. നെയ്യ് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുന്നതിനെ. അതൊഴിച്ച് കഴിഞ്ഞ് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കണം. അല്ലെങ്കിൽ പിന്നെ ദം ചെയ്യുമ്പോഴേ ഇതങ്ങ് ഒത്തിരി ഡ്രൈ ആയിപ്പോയേ. ഒത്തിരി വേണ്ട, കുറച്ചേ വെള്ളം ഒഴിക്കാവുള്ളേ. മസാലയ്ക്ക് ഇച്ചിരി ഒന്ന് മതി, ഇത്രയും മതി. ഇനി നമുക്ക് ആ ഫിഷ് ഒന്ന് എടുത്ത് വെക്കാം. നമ്മൾ വറുത്ത് വെച്ച ഫിഷ് ഉണ്ടല്ലോ, അതിനെ നമ്മളിതിൻ്റെ പുറത്തോട്ട് വെക്കുവാണേ.
ഈ മസാല ബാക്കി മസാല ഉള്ളത് വെച്ച് കവർ ചെയ്താൽ അത്രയും നല്ലതാണേ. എന്നിട്ട് നമുക്ക് തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അതെല്ലാം ഒന്ന് പിടിച്ചോട്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി ഇതങ്ങ് അടച്ചു വെക്കാം. അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് അടച്ച് ഒരു 10 മിനിറ്റ് ഇരുന്നോട്ട് കേട്ടോ. നമ്മളിനി ഇതങ്ങ് മാറ്റി വെക്കുവാണേ, അത് മതി. നമുക്കിനി അരി വേവിക്കാനുള്ള പാത്രം വെക്കാമേ. നമുക്ക് പാത്രം ചൂടാകുമ്പോൾ അതിനകത്ത് നമുക്ക് ഞാൻ അരി 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടത്. ഞാൻ 1.25 ഗ്ലാസ് വെള്ളം ഒഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പോൾ അരി ആദ്യം നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് വെള്ളം പോകാനായിട്ട് ഊറ്റി വെക്കണേ. അങ്ങനെ ഞാൻ വെച്ചതാണ് ഇവിടെ. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെക്കണം കേട്ടോ, എന്നാലേ നമ്മൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് വരത്തുള്ളൂ വെള്ളത്തിൻ്റെ. പിന്നെ ഇത് പാത്രം ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെയ്യും അതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് റോൾ സ്പൈസസ് ഇടാമേ. ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക് അതെല്ലാം കൂടെ ഇട്ട് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മളിനി അതിനകത്തോട്ട് 1.25 ഗ്ലാസ് വെള്ളം ഒഴിക്കുവാണേ. ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴാണ് നമുക്ക് അതിനകത്തോട്ട് അരി ഇടേണ്ടത്. 1 സ്പൂൺ ഉപ്പൂടി ഇടുവാണേ. ഇച്ചിരി ഉപ്പ് കൂടുതലിട്ടാലേ അരിക്ക് അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ. നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരി അതിനകത്തോട്ട് ഇട്ടേക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെക്കാം. നമുക്ക് അരി വെന്തോന്ന് നോക്കാമേ. അതാ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് മുറിഞ്ഞു വരുന്നുണ്ട്. അത് മതി കേട്ടോ. ഒത്തിരി ആയാലേ കുഴഞ്ഞു പോകും. ഇത് മതിയേ, നല്ല പരുവോ. അങ്ങനെ നമ്മുടെ അരി ആയിട്ടുണ്ടേ. ഇനി നമ്മളെ ദം ചെയ്യാൻ പോവാണേ. നമ്മുടെ ഫിഷിന്റെ മസാല ഉണ്ടല്ലോ, അതാണ്ട് അവിടെ ഇരിക്കുന്നു. നമ്മൾ ഇനി ഇതിനകത്തോട്ടാണ് നമ്മുടെ റൈസ് ഇടുന്നത്. കുക്ക് ചെയ്ത റൈസ് ഇതിൻ്റെ മേളോട്ട് ഇടാം. ചൂടുണ്ട്. ഇച്ചിരി ചൂടോട് തന്നെ വേണം ഇത് ചെയ്യാനേ, എന്നാലും അതിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് വരത്തുള്ളൂ. അങ്ങനെ നമ്മുടെ റൈസ് മുഴുവൻ നമ്മൾ ഇട്ടേ. ഇനി ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഞാൻ ഈ സവോള വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കശുവണ്ടി, ഉണക്കമുന്തിരി ഇതെല്ലാം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇടാം. അതിൻ്റെ കൂട്ടത്തിൽ പുതിനയില, മല്ലിയില അത് ഇട്ട് കുറച്ച് ഗരം മസാല നമുക്കൊന്ന് ഇടാമേ. അത് കഴിഞ്ഞ് കുറച്ച് നെയ്യ്. ഇതിനൊക്കെ ടേസ്റ്റ് കൂടും കേട്ടോ, നെയ്യൊക്കെ ഒഴിച്ചാൽ ഫിഷ് ബിരിയാണി നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. ഇനി ചെറിയൊരു കളറിന് വേണ്ടി ഞാൻ വേണ്ട പാലിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതന്നേ, ഇട്ട് മിക്സ് ചെയ്തതന്നേ. അത് നമ്മളിങ്ങനെ സൈഡിൽ കൂടെ കുറച്ച് ഒഴിക്കുമ്പോൾ നമ്മളിത് നല്ല യെല്ലോ കളർ വരും കേട്ടോ. ഇതൊന്ന് സ്കിപ്പ് ചെയ്യരുതേ. ഇത്രയേ ഉള്ളൂ. നമ്മളിനി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിങ്ങനെ ദം ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്ത് പറയുക, ഇതിൻ്റെ മേളിൽ നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ ഇത് അങ്ങോട്ട് വെക്കും. നല്ല ടൈറ്റായിട്ടോടെ അടഞ്ഞിരുന്നോളും. ഞാനൊരു 15 മിനിറ്റെങ്കിലും ഞാൻ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കുവേ. വെച്ച് കഴിഞ്ഞിട്ടേ ഞാൻ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്കിത് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ ഞാനിത് തുറന്ന് നോക്കുവാണേ. ഒരു 15 മിനിറ്റ് താഴെ എപ്പോഴും ഞാൻ എടുത്തു കേട്ടോ. 15 മിനിറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്തില്ല, കാരണം ഇത് അരി കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു 12 മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഞാനത് എടുക്കുവാണേ. തുറന്ന് നോക്കാം. ഞാനിപ്പോൾ ഇളക്കുന്നില്ലത്. നമുക്കിത് ഇനി വേറെ പാത്രത്തിനകത്തോട്ട് മാറ്റാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് ബിരിയാണി കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാനേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അടുപ്പങ്ങ് ഓഫ് ആക്കട്ടെ. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈ പാത്രത്തിനകത്തോട്ട് മാറ്റാമേ.
നല്ല മണമൊക്കെ വരുന്നുണ്ടേ. ഞാനിതിനി ഈ പാത്രത്തിനകത്തോട്ട് മാറ്റട്ടെ. ചോറൊന്നും അധികം വെന്ത് പോയിട്ടില്ല. കറക്റ്റ് വെള്ളം ഒഴിക്കുവാണെങ്കിൽ അധികം വേഗത്തില്ല കേട്ടോ, കുഴഞ്ഞു പോകത്തില്ല. എളുപ്പമാണ്. എല്ലാവർക്കും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണിയിൽ ഒന്നാണ് ഫിഷ് ബിരിയാണി. കാരണം ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണേ. ഫിഷിനെ നമുക്ക് എടുക്കാം. കണ്ടോ, ഫിഷിനെ കണ്ടോ? ഇത് അടിക്കൊന്നും പിടിച്ച് പോത്തില്ല കേട്ടോ. തീ കുറച്ചിട്ടാൽ മതി, ഒരിക്കലും ഇത് അടിക്ക് പിടിക്കത്തൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കണ്ടോ, എല്ലാം നല്ല അരിയൊക്കെ സ്പ്രെഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കിയാൽ മതി, ഈസിയാണ് ഉണ്ടാക്കാൻ. പിന്നെ ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമന്റ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അതിലൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ വീഡിയോ ഇടത്തില്ല, ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വല്ലപ്പോഴും ഇടത്തുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഫണ്ണി വീഡിയോസ് ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം പറയണം. എളുപ്പമാണ് ഉണ്ടാക്കാൻ, ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഫിഷ് ബിരിയാണി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, അടിപൊളി സാധനമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്